ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ എത്ര സുന്ദരമാണ്, എത്ര പാവനമാണ്. അതേതു വഴിയാണോ ഒഴുകുന്നത് അവിടെയെല്ലാം പുതിയ ജീവനുകൾ ഉടലെടുക്കുന്നു, ഭൂമിയെ നനയ്ക്കുന്നു, വരൾച്ചയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നദിയെ ഒരു അമ്മയെ പോലെ പൂജിക്കുന്നത്. എന്നാൽ ഒരു നദി ജന്മം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തുടക്കം മുതലേ ഒരു നദി ഇത്ര വിശാലവും വേഗതയുള്ളതുമാണോ? അല്ല. മഴയുടെ ചെറിയ ചെറിയ തുള്ളികൾ ഭൂമിയിൽ പതിച്ച് ഒരുമിച്ച് ചേരുന്നു. എന്നിട്ട് സൂക്ഷ്മമായ ഒരു നീരൊഴുക്കുണ്ടാകുന്നു. ഈ ഒഴുക്ക് പർവ്വതങ്ങളിലെ ഹിമത്തെ മുറിച്ചുകൊണ്ട്, സ്വയം അവയെ അലിയിച്ചുകൊണ്ട് ജലപ്രവാഹമായി താഴേക്ക് പതിക്കുന്നു, പാറക്കല്ലുകളുമായി കൂട്ടിമുട്ടുന്നു. ഒടുവിലാണ് അത് നദിയായി രൂപാന്തരപ്പെടുന്നത്. അതുപോലെ ഒരു വ്യക്തിയും ആദ്യമേ തന്നെ മഹാനാവുകയില്ല. ചെറിയ ചെറിയ പരിശ്രമങ്ങളിലൂടെ വിശാലമായ വ്യക്തിത്വം രൂപം കൊള്ളുന്നു. അതുകൊണ്ട് ജീവിതമാകുന്ന യാത്രയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ അസ്തിത്വം അത് സ്വയം ഉണ്ടാകുന്നതാണ്. രാധേ രാധേ.